PSC സേഫ് സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. SCRT 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ സംസ്കാരവും ദേശീയതയും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിലെ ഏതാനും ചില വരികളാണ് നൽകിയിട്ടുള്ളത്. വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെയാണ് നെഹ്റുവിന്റെ ഈ വരികൾ വെളിപ്പെടുത്തുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. അടുത്തതായി ഈ പാഠഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ടതായി വരുന്നത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളും അവയുടെ സ്ഥാപകരും ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആരാണ്? വില്യം ജോൺസ് ആണ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജൊനാഥൻ ഡങ്കൻ. അടുത്തത് സയന്റിഫിക് സൊസൈറ്റികൾ. 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ടയിലാണ്. സ്ഥാപിക്കപ്പെട്ട വർഷം 1825. പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി, അത് കൽക്കട്ടയിൽ തന്നെയാണ്. വർഷം 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിലാണ്. വർഷം 1876. ബനാറസ് സംവാദ ക്ലബ്ബ് എവിടെയാണ്? ബനാറസിലാണ്. വർഷം 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡിലാണ്. വർഷം 1864. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാർ, വർഷം 1868. അടുത്തതായി നമുക്ക് ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇവയൊക്കെയാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക്കിനെ സതി നിരോധിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചത് രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായിട്ട് മാറി. സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, രാജാറാം മോഹൻ റോയ്. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി വാദിച്ചു കൊണ്ട് മുന്നോട്ട് വന്നു. അടുത്തത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ബംഗാളാണ്. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്.
അപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കപ്പെട്ട വർഷം 1856. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായും ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ശാരദാ സദൻ. ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. ബോംബെയിലാണ് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. അടുത്തതായി നമുക്ക് വിവിധ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും അവരുടെ ആശയങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ഇതിന്റെ ആശയങ്ങൾ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. ആര്യസമാജം വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി അദ്ദേഹം വാദിച്ചു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ്. ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിതകാരിണി സമാജം സ്ഥാപകനാരാണ്? വീരേശലിംഗം. ഹിതകാരിണി സമാജം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തി. സത്യശോധക സമാജം ജ്യോതിബ ഫുലെയാണ് സ്ഥാപകൻ. ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമമൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അപ്പൊ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു. സതി നിരോധിച്ചു. വിധവാ പുനർവിവാഹം നടപ്പിലാക്കി. അടിമത്തം നിരോധിച്ചു. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികൾ. അടുത്തതായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു പത്രവാർത്തയാണ്. ഇന്ത്യൻ പൗരന് അവന്റെ സ്വാഭാവികത നഷ്ടമായി. അവന്റെ ജീവരക്തം വരണ്ടുണങ്ങി. അർദ്ധപട്ടിണിക്കാരനും അർദ്ധനഗ്നനുമാണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവന്റെ അവസ്ഥ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാറിൽ വന്ന ഒരു വാർത്തയാണ് ഇത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് എന്താണ്? സുലഭ് സമാചാർ അതൊരു ബംഗാളി പത്രമാണ്. സുലഭ് സമാചാർ ഏതു ഭാഷയിലുള്ള പത്രമാണ്? ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. ബംഗാളിലെ ഒരു പത്രമാണ് സുലഭ് സമാചാർ. അത് ഓർത്തു വയ്ക്കുക. സുലഭ് സമാചാർ ബംഗാളി.
അടുത്തതായി ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അവയ്ക്ക് നേതൃത്വം നൽകിയവരെയും പറ്റി പഠിക്കാം. ഹിന്ദു സ്വദേശി മിത്രം, ഇതിന്റെ സ്ഥാപകനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ, ഫർദൂർജി മർസ്ബാൻ. ബോംബെ സമാചാർ, ഫർദൂർജി മർസ്ബാൻ. കേസരി, മറാത്ത, ബാലഗംഗാധര തിലകൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങളുടെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലകൻ. ബംഗാളി, ബംഗാളി എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി, സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ, വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. ഷോം പ്രകാശ്, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങളുടെ സ്ഥാപക മിസിസ് ആനി ബസന്റ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകനാണ് മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി ബംഗാളി ഭാഷ, രാജാറാം മോഹൻ റോയ്. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാദ് ഉൽ അക്ബർ. മിറാദ് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയ് ഏത് ഭാഷയാണ്? പേർഷ്യൻ ഭാഷയാണ്. ഈ പത്രങ്ങൾ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിറ്റൻ പ്രഭു നടപ്പാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം, വെർണക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? ലിറ്റൻ പ്രഭുവാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടിരുന്ന ലിറ്റൻ പ്രഭുവാണ് 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. വെർണക്കുലർ പ്രസ് ആക്ട്. ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും പിന്നീട് ഗവൺമെന്റ് അത് പിൻവലിക്കുകയും ചെയ്തു. അടുത്തതായി നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാട് പരിശോധിക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാത്തതിനുള്ള പ്രശ്നമാണ് അക്കാലത്ത് ഇന്ത്യൻ ജനതയ്ക്ക് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വീരേശലിംഗം. അടുത്തത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 പൂനെയിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപകരാരാണ്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലകൻ, മഹാദേവ ഗോവിന്ദ റാനഡെ. ജി അഗാർക്കർ, ബാലഗംഗാധര തിലകൻ, ജി റാനഡെ അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡെ 1884 പൂനെയിൽ സ്ഥാപിച്ചതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇത് ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ 1905 ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. അപ്പൊ അതോടുകൂടെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1916 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല.
DK കർവെ മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. 1916 DK കർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാട് അടിസ്ഥാനത്തിലാണ് അത് സ്ഥാപിച്ചത്. DK കർവെ 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ. അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളിലാണ്. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ രവീന്ദ്രനാഥ ടാഗോർ. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മിലിയ ഇസ്ലാമിയ. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല എന്ന് കേട്ടിട്ടുണ്ടാകും. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. സ്ഥാപകരാരാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. ജാമിയ മിലിയ ഇസ്ലാമിയ അലിഗഡിലാണ് സ്ഥാപിക്കപ്പെട്ടത്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. അടുത്തത് നയി താലിം ഗാന്ധിജി വിഭാവന ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നൂതന വിദ്യാഭ്യാസം അഥവാ നയി താലിം എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937 വാർധാ സമ്മേളനം ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അപ്പൊ വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. 1937 ഇത് മുന്നോട്ട് വയ്ക്കപ്പെട്ടത് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സാക്കിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി. നയി താലിം വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ വാർധാ പദ്ധതി മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്തത് സാഹിത്യവും ദേശീയതയും. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ഇദ്ദേഹമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയാണ് അദ്ദേഹം ഇത് രചിച്ചത്. ആനന്ദമഠം ഒരു നോവലാണ്. അതിന്റെ പ്രമേയം എന്താണ്? സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവലിലാണ്. അതേപോലെ തന്നെ അടുത്തതാണ് നീൽ ദർപ്പൺ ഒരു നാടകമാണ്. ദീനബന്ധു മിത്ര, ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും
ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പുകഴ്ത്തിപ്പാടി. അപ്പൊ സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. അടുത്ത വിവിധ കൃതികളും എഴുത്തുകാരും അവ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് എന്നും പരിശോധിക്കാം. ഗോര, ഗീതാഞ്ജലി എന്നീ കൃതികളുടെ രചയിതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ഭാഷ ബംഗാളി. ബംഗാളി ഭാഷയുള്ള കൃതികളാണ് അവ. അടുത്തത് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികളുടെ രചയിതാവാണ് പ്രേംചന്ദ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലുള്ള കൃതികളാണ് ഇവ. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി. ഭാഷ തമിഴ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികളുടെ രചയിതാവ് അൽതാഫ് ഹുസൈൻ ഹാലി. ഉറുദു ഭാഷ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഭാഷ മറാത്തി. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണമേനോൻ. ഭാഷ മലയാളം. അടുത്തതാണ് വരിക വരിക സഹചരെ എന്ന കവിത. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിൽ രചിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന ഗാനം. വരിക വരിക സഹചരെ, അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ, അംശി നാരായണപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ജാഥയിൽ പാടിയ പാട്ടാണ് വരിക വരിക സഹചരെ. എഴുതിയത് അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. ഈ കവിതയാണ് അംശി നാരായണപിള്ള. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ഛായ ചിത്രമാണ് ഭാരതമാത. ഇവിടെ വലതുഭാഗത്ത് നമുക്ക് കാണാം ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായകമായ പങ്കുവഹിച്ചു. ഇപ്പൊ അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായാണ് അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. അബനീന്ദ്രനാഥ ടാഗോർ. അടുത്തത് ചിത്രമാണ് നന്ദലാൽ ബോസിന്റെ സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. സതി നന്ദലാൽ ബോസ്. അടുത്ത പ്രധാനപ്പെട്ട ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. സതി എന്നിവ നന്ദലാൽ ബോസിന്റേതാണ്. അപ്പൊ ഈ ചിത്രം 1938 ഹരിപുരയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഗ്രാമീണ ചണ്ടക്കാരൻ സതി നന്ദലാൽ ബോസ്. സതി ഗ്രാമീണ ചണ്ടക്കാരൻ. അടുത്തൊരു ചിത്രമാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷെർഗിൽ ചിത്രീകരിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. അപ്പൊ സതി, ഗ്രാമീണ ചണ്ടക്കാരനൊക്കെ ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഇപ്പൊ രാജാ രവിവർമ്മയുടെ ചിത്രം ഇവിടെ വലതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കാളിദാസന്റെ ശാകുന്തളത്തിൽ നിന്നുള്ള രംഗം. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. 8 താമരകളും ഒരു അർദ്ധചന്ദ്രനും. 8 താമരകൾ 8 പ്രവിശ്യകളെ സൂചിപ്പിക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. അപ്പൊ ചർക്ക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. 1947 അപ്പൊ ദേശീയ മുദ്ര എടുത്തത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ മുദ്ര സ്വീകരിച്ചത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര സ്വീകരിച്ചത്. മാഡം കാമയും ത്രിവർണ പതാകയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം കാമ. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് അവർ ത്രിവർണ പതാക ഉയർത്തിയത്. SCERT 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ സംസ്കാരവും ദേശീയതയും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.